പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ ഭരണചക്രം തിരിക്കാൻ കരുത്തരായ 7 സ്ത്രീകളും നാരീശക്തിക്ക് പ്രാധാന്യം നൽകി 7 വനിതാ മന്ത്രിമാരെയാണ് 72-അംഗ കേന്ദ്രമന്ത്രിസഭയിൽ BJP ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2019-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം ഭരണകാലത്ത് 6 വനിതാ മന്ത്രിമാരായിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. നിർമ്മല സീതാരാമൻ, ഹർസിമ്രത് കൗർ ബാദൽ, സ്മൃതി സുബിൻ ഇറാനി, സുശ്രീ ദേബശ്രീ ചൗധരി, സ്വാതി നിരഞ്ജൻ ജ്യോതി, രേണുക സിംഗ്, സരിത എന്നിവരായിരുന്നു മോദി 2.0-ൽ മന്ത്രിമാർ. 2020-ൽ ശിരോമണി അകാലിദളിൻ്റെ MP ആയിരുന്ന ഹർസിമ്രത് കൗർ ബാദൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് രാജിവെച്ചതും നമ്മൾ കണ്ടതാണ്. കർഷക ബില്ലുകൾക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു അവരുടെ രാജി. അതേസമയം 2014-ൽ, അതായത് ഒന്നാം മോദി സർക്കാരിൽ 7 വനിതാ മന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സുഷമ സ്വരാജ്, സ്മൃതി ഇറാനി, ഉമാഭാരതി, ഹർസിമ്രത് കൗർ, മനേക ഗാന്ധി, നിർമ്മല സീതാരാമൻ, ഡോക്ടർ നജ്മ ഹെപ്തുള്ള എന്നിവരായിരുന്നു അത്. മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ സ്ത്രീ സമൂഹത്തിന് അഭിമാനമായി വീണ്ടും 7 മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. നിർമ്മല സീതാരാമൻ, BJP MPമാരായ അന്നപൂർണ ദേവി, ശോഭ കരന്ദലജെ, ക്ഷാ ഗഡ്സെ, സാവിത്രി താക്കൂർ, നിമുബൻ ഭംബാനിയ, അപരാധൽ MP അനുപ്രിയ പട്ടേൽ എന്നിവരാണ് പുതിയ മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യങ്ങൾ. നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിക്കും ക്യാബിനറ്റ് സ്ഥാനം നൽകിയപ്പോൾ മറ്റുള്ളവർക്ക് സഹമന്ത്രിമാരായാണ് പ്രധാനമന്ത്രി നിയമനം നൽകിയത്. മുൻ ധനകാര്യമന്ത്രിയും രാജ്യസഭാ അംഗവുമായ നിർമ്മല സീതാരാമനാണ് ഇതിലേറ്റവും പ്രധാനി. അരുൺ ജെയ്റ്റ്ലി, മൻമോഹൻ സിംഗ് എന്നിവരോടൊപ്പം ധനമന്ത്രിയായി ഒരു മുഴുവൻ കാലാവധിയും സേവനമനുഷ്ഠിക്കുകയും രണ്ടാം തലമുറ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത നിർമ്മല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സൃഷ്ടിച്ചു. മോദി സർക്കാരിൻ്റെ തുടർച്ചയായ മൂന്നാം ടേം BJPയുടെ ഉജ്ജ്വല വക്താവായ അവർ 2014-ൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ തന്നെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന അന്നപൂർണ ദേവിക്ക് ഇത്തവണ ക്യാബിനറ്റ് പദവി നൽകുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വീട്ടമ്മ കൂടിയാണ് അന്നപൂർണ ദേവി. അവർ ഒരിക്കലും രാഷ്ട്രീയം ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വനിതയല്ല. 1998-ൽ RJD നിയമസഭാംഗമായിരുന്ന അവരുടെ ഭർത്താവ് രമേശ് യാദവ് പെട്ടെന്ന് മരണമടഞ്ഞതോടെ ജീവിതം നാടകീയമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. രാഷ്ട്രീയ രംഗത്തേക്ക് അപ്രതീക്ഷിതമായി കടക്കേണ്ടി വരുന്നു. പുതിയ പാതയിലൂടെ യാത്ര ആരംഭിക്കുന്നു. 2021-ലെ മന്ത്രിസ്ഥാനവും അന്നപൂർണ ദേവിക്ക് അപ്രതീക്ഷിതമായിരുന്നു. ജാർഖണ്ഡിലെ OBC വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനുള്ള BJPയുടെ കണക്കുകൂട്ടൽ തന്നെയായിരുന്നു ഈ മന്ത്രിസ്ഥാനത്തിന് പിന്നിൽ. BJP സഖ്യകക്ഷിയായ അപനാദൾ സോനേലാൽ നേതാവാണ് അനുപ്രിയ പട്ടേൽ. ആദ്യ നരേന്ദ്രമോദി സർക്കാരിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു അനുപ്രിയ. രണ്ടാം മോദി സർക്കാരിൽ വാണിജ്യ വ്യവസായ വകുപ്പിൽ സഹമന്ത്രിയുമായിരുന്നു. 2 സീറ്റുണ്ടായിരുന്ന അപരാധൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. 37-കാരിയായ രക്ഷ ഖഡ്സെ റാവലിൽ നിന്ന് 3 തവണ ലോക്സഭാ MP-യായ നേതാവാണ്. മഹാരാഷ്ട്ര നേതാവ് ഏക്നാഥ് ഖഡ്സെയുടെ മരുമകൾ കൂടിയാണ് രക്ഷ ഖഡ്സെ. ആദ്യമായാണ് രക്ഷ കേന്ദ്രമന്ത്രിയാകുന്നതെങ്കിലും നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായും സിലാ പരിഷത്ത് അംഗമായും പ്രവർത്തിച്ചതിൻ്റെ പരിചയം അവർക്കുണ്ട്. സാവിത്രി താക്കൂറാണ് മോദി മന്ത്രിസഭയിലെ മറ്റൊരു പുതുമുഖം. ധറിൽ നിന്ന് 2 തവണ MP-യായ സാവിത്രി താക്കൂർ 2014-ൽ വിജയിച്ചിരുന്നുവെങ്കിലും 2019-ൽ പരാജയപ്പെട്ടു. ഇത്തവണ 2 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സാവിത്രി താക്കൂർ വിജയിച്ചത്. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയമുണ്ട് അവർക്ക്. RSS പശ്ചാത്തലത്തിൽ നിന്നുള്ള തുറന്ന രാഷ്ട്രീയക്കാരിയാണ് ശോഭ കരന്ദലജെ. കർണാടകയിൽ BJPയിലെ ശക്തനായ നേതാവ് BS യെദ്യൂരപ്പയുടെ വിശ്വസ്തയായ ശോഭ വീണ്ടും കേന്ദ്ര സർക്കാരിൽ ഇടം നേടുകയാണ്. 3 തവണ ലോക്സഭാംഗമായ അവർ 2021-ലെ മുൻ മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരികയായിരുന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളായ നിമുബൻ ഭംബാനിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി. ഭാവ്നഗർ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഉമേഷ് മക്യാനിയെ 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ പരാജയപ്പെടുത്തിയത്. 2009-ലും 2010-നും
2015-ലും 2018-നും ഇടയിൽ 2 തവണ ഭാവ്നഗർ മേയറായി സേവനമനുഷ്ഠിച്ച ഇവർ 2013-നും 2021-നും ഇടയിൽ BJP മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. മുൻ അധ്യാപിക കൂടിയാണ് ഭംബാനിയ. 2004-ലാണ് ഭംബാനിയ BJPയിൽ ചേർന്നത്. OBC കോലി സമുദായത്തിനുള്ള ഈ നേതാവിലൂടെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അങ്ങനെ 7 വനിതാ മന്ത്രിമാർ, 7 പേരും വ്യത്യസ്ത തലങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവർ. മോദി മന്ത്രിസഭയുടെ മുഖമാവുകയാണ് ഈ വനിതാ മന്ത്രിമാർ.